ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ്റെ ഉദ്ധാന പെരുന്നാളിലേക്ക്, അതിൻ്റെ സന്തോഷത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പല പെരുന്നാളുകളും ആഘോഷങ്ങളും ക്രിസ്ത്യാനിക്കുണ്ടെങ്കിലും ഏറ്റവും വലിയ പെരുന്നാൾ കർത്താവിൻ്റെ ഉദ്ധാന പെരുന്നാളാണ്. ദ റിസറക്ഷൻ എന്ന് ഇംഗ്ലീഷിലും ഖെംത എന്ന് സുറിയാനിയിലും പറയുന്ന ഉയർപ്പ് പെരുന്നാൾ നമുക്കൊരു വലിയ പ്രത്യാശയും സന്തോഷവും നൽകുന്നതാണ്. ഈസ്റ്റർ ഉത്സവഭരിതമാണ്. അതൊരു സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും അനുഭവമാണ്. കർത്താവിൻ്റെ ജനനം ലോകത്തിന് നൽകിയ സന്തോഷം പോലെ കർത്താവിൻ്റെ ഉത്ഥാനവും ലോകത്തിനൊരു വലിയ സന്തോഷം നൽകി. കർത്താവ് ക്രൂശിന്മേൽ മരിച്ചപ്പോൾ ഹൃദയം പൊട്ടിക്കരഞ്ഞ പരിശുദ്ധ കന്യക മർദ്ദമറിയാമും അവൻ്റെ സ്ലീഹന്മാരും വ്യസനത്തിൻ്റെ അങ്ങേയറ്റത്തിലായപ്പോൾ കർത്താവിൻ്റെ ഉത്ഥാനം അവർക്ക് നൽകിയ സന്തോഷം വലുതായിരിക്കും. ആ സന്തോഷം തലമുറകളിലേക്ക് സംവേദനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്യന്തികമായ ഉയർപ്പിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിലും മരണതുല്യരും അടക്കപ്പെട്ടവരും പ്രതീക്ഷയില്ലാത്തവരുമായി ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ഉദ്ധാന പെരുന്നാൾ നമുക്കൊരു പ്രത്യാശ നൽകുന്നുണ്ട്. നാം ജീവിക്കുന്ന ലോകത്തിൽ പലപ്പോഴും ആ പ്രതീക്ഷയില്ലാത്തവരാണ്. ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് പലപ്പോഴും നമ്മളിൽ വളർന്നു വരുന്നുണ്ട്. ഉയർപ്പിൻ്റെ വേദശാസ്ത്രത്തേക്കാൾ അപ്പുറമായി കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷം അനുഭവിച്ച ഒരു സമൂഹത്തിൻ്റെ ആനന്ദഭാഗമായി നമ്മളും മാറ്റപ്പെടുകയാണ്, നമ്മളുമായി തീരുകയാണ്. കർത്താവ് ഉദ്ധാനം ചെയ്തു കേട്ടപ്പോൾ അതാദ്യമായി കണ്ട അറിഞ്ഞ മഗ്ദലക്കാരി മറിയയും അവളത് അതിസന്തോഷത്തോടുകൂടി കർത്താവിൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുവാനുള്ള ഓട്ടവും നമ്മളുടെ മനസ്സിൽ ഒന്ന് നിറഞ്ഞു നിൽക്കണം. ഏറ്റവും വലിയ സുവിശേഷമെന്ന് പറയുന്നത് കർത്താവ് ഉദ്ധാനം ചെയ്തു എന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ്. കർത്താവ് ഉദ്ധാനം ചെയ്തിരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരോട് മഗ്ദലക്കാരി മറിയ പറഞ്ഞപ്പോൾ അതൊരു സുവിശേഷമായി മാറി. എൻ്റെ കർത്താവ് പാപത്തെയും ലോകത്തെയും ബന്ധനങ്ങളെയും അതിജീവിച്ച് ഉദ്ധാനം ചെയ്തു. മഗ്ദലക്കാരി മറിയയിൽ നിന്ന് കർത്താവിൻ്റെ സ്ലീഹന്മാർ കേട്ടപ്പോൾ അനുഭവിച്ച സന്തോഷം ഇന്നും നമ്മളുടെ മനസ്സിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ സന്തോഷമാണ് ഉത്സവഭരിതമായി ആഘോഷസംയുതമായി വിശ്വാസികൾ കൊണ്ടാടുന്നത്. ഇത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകമെങ്ങും കൊണ്ടാടുകയാണ് കർത്താവിൻ്റെ ഉദ്ധാന പെരുന്നാൾ. കർത്താവിൻ്റെ ഉദ്ധാന പെരുന്നാളിലൂടെ ഒരു വലിയ ചൈതന്യം നമ്മൾക്ക് ലഭ്യമാകുന്നുണ്ട്. ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഒതുക്കപ്പെട്ടവരും പ്രാർത്ഥിക്കും, കർത്താവേ, നീ ഉദ്ധാനം ചെയ്തതുപോലെ എനിക്കും ഒരു ഉദ്ധാനം തരണം. ഏറ്റവും വലിയ പ്രാർത്ഥന അതാകണം. കർത്താവേ, നീ ഉദ്ധാനം ചെയ്തതുപോലെ എനിക്കും ഒരു ഉദ്ധാനം തരണം. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നമ്മൾ കൗമായിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധിതനായവനെ, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം കർത്താവിൻ്റെ ഉദ്ധാനത്തിലൂടെ ശാരീരികമായി, മാനസികമായി, ആത്മീകമായി, ബൗദ്ധികമായി, സാമൂഹ്യപരമായി ഒക്കെ തകർന്നു പോയവർക്ക് ജീവിക്കുവാനൊരു പ്രതീക്ഷ നൽകുകയാണ്. ഇന്ന് ലോകത്ത് മനുഷ്യന് ജീവിക്കുവാൻ തക്കവണ്ണം ഒരു കാരണം വേണം, അല്ലെങ്കിൽ ആ ജീവിച്ചിരിക്കുന്നുവെന്ന് സന്തോഷത്തിലായിരിക്കുന്നുവെന്നുള്ളവരുടെ ചരിത്രം വേണം. ലോകത്തിൽ അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ എല്ലാവരുടെ ചരിത്രവും മരണത്തോടുകൂടി അവസാനിക്കുകയാണ്. കർത്താവ് ഒഴികെ ബാക്കിയുള്ളവരുടെയൊക്കെ ചരിത്രം നമ്മൾ നോക്കിയാൽ പണ്ഡിതന്മാരുടെയും സമർത്ഥരുടെയും ശ്രേഷ്ഠരുടെയും ഒക്കെ ചരിത്രം മരണത്തോടു കൂടി അവസാനിക്കുകയാണ്. മരണം വരെയുള്ളൊരു യാത്രയാണ്.
എന്നാൽ കർത്താവിൻ്റെ ചരിത്രം അതല്ല. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. മൃത്യോമ അമൃതം ഗമയ, മരണത്തിൽ നിന്ന് ജീവനിലേക്കെന്ന് ഭാരതീയ തത്വചിന്തകന്മാർ പോലും പാടിയ ആ പാട്ടിൻ്റെ അനുഭവം പോലെ കർത്താവിൻ്റെ ഉയർപ്പും നമുക്കൊരു സന്തോഷമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നത് പോലെ ഒരു സന്തോഷം എന്തുണ്ട്? നമ്മൾ അടിസ്ഥാനപരമായി ഇതിൻ്റെ സന്ദേശമായ ഒരു കാര്യം ഏറ്റെടുക്കേണ്ടത് കർത്താവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. എൻ്റെ മിടുക്ക് കൊണ്ടും ആരോഗ്യം കൊണ്ടുമൊന്നുമല്ല, ഇന്നത്തെ ശാസ്ത്രീയ പുരോഗതിയുടെ പിന്തുണ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. പാട്ടുകാരൻ പാടിയത് അതുകൊണ്ടാണ്. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ ലെനിക്കെല്ലാം എന്നേശുവത്രേ. എൻ്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. നമുക്ക് സാക്ഷിക്കാനുള്ള സാക്ഷ്യമത. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് നിലനിൽക്കുന്നത്, എൻ്റെ അടിത്തറ എന്താണ്, എൻ്റെ ബാലൻസ് എന്താണ്, എൻ്റെ പാദം സമനില തുറച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ എല്ലാം ഒറ്റ മറുപടിയാണ്, എൻ്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. എൻ്റെ കർത്താവ് മരണത്തെയും പാപത്തെയും തോൽപ്പിച്ചതുകൊണ്ട് ഞാനും തോൽപ്പിക്കും. പരാജയത്തിൻ്റെ മധ്യത്തിലും വിജയം പ്രാപിക്കും. എഴുതി തള്ളിയാലും ഞാൻ മുളച്ചു വരും. ഇങ്ങനെയുള്ളൊരു ദിവ്യ സന്ദേശമാണ് ഉയർപ്പിനുള്ളത്. കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷം എല്ലാവരും ഉൾക്കൊള്ളണം. കർത്താവിൻ്റെ ജനനം സർവ്വലോകത്തിനുമുള്ള മഹാസന്തോഷമാണ്. ഇന്ന് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷം ആസ്വദിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിലെങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ലോകത്തിൻ്റെ അറ്റം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങൾ നടന്ന വിശുദ്ധ നാട്ടിൽ അവിടെ പ്രതിസന്ധി. ഓരോ ഭൂഖണ്ഡങ്ങളിലേക്ക് കടന്നു നോക്കിയാൽ എല്ലായിടത്തും പ്രതിസന്ധി. അടിച്ചമർത്തലുകൾ, യുദ്ധങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ, കലഹങ്ങൾ, ഇതെല്ലാം നമ്മുടെ നാടിനെ ഇന്ന് വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതത്തെക്കുറിച്ച് മനസ്സിലാകാതെ, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ദൈവത്തിന് വേണ്ടി പോരടിക്കുന്ന വർഗീയവാദികൾ ഉയർന്നു വരികയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഇടയിലാണ് നിങ്ങൾ ഞാനും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഉത്ഥാനം ഒരു ശക്തമായ സന്ദേശമാകണമെന്നുണ്ടെങ്കിൽ അത് എല്ലാവരിലേക്കും എത്തിക്കണം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ സന്തോഷിക്കുന്നത് പോലെ എൻ്റെ സഹോദരനും സന്തോഷിക്കുവാൻ ഇടയാകണം. ഈ ഉയർപ്പ് പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം പോലും നയിക്കുവാൻ തക്കവണ്ണം സാധിക്കാതിരിക്കുന്നവരുണ്ട്. തടവറകളിൽ കിടക്കുന്നവരുണ്ട്. ആരോപണങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. കുറ്റവാളികളായി ഒറ്റപ്പെട്ടു പോയവരുണ്ട്. പക്ഷെ അവരെക്കാളും അവരുടെ കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിലേക്കും ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം കടന്നു ചെല്ലണം. തമ്മിലടിക്കുന്ന സമൂഹത്തിൽ കർത്താവിൻ്റെ സുവിശേഷം കടന്നു ചെല്ലണം. ഉത്ഥാന പെരുന്നാളിൻ്റെ സന്ദേശം കടന്നു ചെല്ലണം. മദ്യപിച്ച് മതോന്മത്തരായി നടക്കുന്നവരുടെയിൽ ആ സന്ദേശം കടന്നു ചെല്ലണം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പെരുന്നാളുകളും നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. മദ്യവും മയക്കുമരുന്നുമൊക്കെ, വലിയ ഭക്ഷണസാധനങ്ങളൊക്കെ, ആസക്തികളൊക്കെ അതിന് ശക്തമായി നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഉയർപ്പിന് മുൻപായി 50 ദിവസത്തെ നൊയമ്പ് വിശ്വാസികൾ അനുഷ്ഠിച്ചു. യഥാർത്ഥത്തിൽ നൊയമ്പ് വീടുന്നവർ അനുഷ്ഠിക്കുന്ന കാര്യത്തെക്കാളും നോമ്പ് നോക്കാത്തവരിന്ന് അതിനെ ആഘോഷ സമ്മിലിതമായി കൊണ്ടാടുകയാണ്. അതായത് ഒരു പെരുന്നാളിൻ്റെയും തീവ്രതയും ആത്മീയതയും ഉൾക്കൊള്ളുവാൻ ഇന്ന് ആർക്കും മനസ്സില്ല. ഇന്ന് എല്ലാവർക്കും മനസ്സുള്ളത് അതിനെ ആഘോഷ സമ്മിലിതമാക്കാനാണ്. അപ്പോൾ ഉയർപ്പിനെ ആഘോഷ സമ്മിലിതമാക്കുമ്പോൾ, ഉയർപ്പ് പെരുന്നാളിനെ ആ ലെവലിലേക്ക് കാണുമ്പോൾ അവിടെ ഒരു പരാജയമുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർത്തോണം, കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ ആത്മീയമായ സന്തോഷമാകണമെങ്കിൽ ഉയർപ്പിൻ്റെ പ്രതീക്ഷ ഇല്ലാത്തവരിലും ഉയർപ്പുണ്ടാകണം. ജീവിക്കാൻ ചിലരെയൊക്കെ പ്രേരിപ്പിക്കണം. സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. ആമോദത്തോടെ ആയിരിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. അതാണ് ഉയർപ്പിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ഒരു നിരപ്പാകലിൻ്റെ അനുഭവമാണ്. കർത്താവ് ഈ ലോകത്തിലേക്ക് അവതരിച്ചതുപോലും വേർപാടിൻ്റെ നടുച്ചുവറിനെ മാറ്റിക്കളയാനാണ്. ഇന്ന് സമൂഹത്തിലും കുടുംബങ്ങളിലും വ്യക്തി മനസ്സുകളിലുമുള്ള ആ വേർപാടിൻ്റെ അതിരുകൾ, തർക്കങ്ങളുടെ അതിരുകൾ, ശത്രുതയുടെ അനുഭവങ്ങൾ നിലനിൽക്കുമ്പോൾ ഉയർപ്പ് പെരുന്നാളിന് പ്രസക്തിയില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദിവ്യ അനുഭവം, സ്നേഹത്തിലായിരിക്കുന്ന അനുഭവം, അതാണ് ഉയർപ്പിൻ്റെ ഉദാത്ത അനുഭവം എന്ന് പറയുന്നത്. വീണ്ടും ഉയർപ്പിനെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിനെ കണ്ട് സന്തോഷം അനുഭവിച്ചവർ അതെങ്ങനെ പങ്കുവെച്ചതെന്ന് ചിന്തിക്കണം. ഒരു സന്തോഷം അറിഞ്ഞവർ അത് ഇരട്ടിയായി പങ്കുവെക്കുകയായിരുന്നു.
അവരിൽ നിന്ന് സന്തോഷം തലമുറകളിലേക്ക് പോകുകയായിരുന്നു. നമ്മൾ പറയാറുണ്ട്, സന്തോഷം പങ്കുവെച്ചാൽ ഇരട്ടിയാകും, ദുഃഖം പങ്കുവെച്ചാൽ പകുതിയാകുമെന്നാണ്. ഇന്ന് അങ്ങനെയുള്ളൊരു സന്തോഷം പങ്കുവെക്കുവാനുള്ള മനസ്സാർക്കുമില്ല. ഞാനും നിങ്ങളും ഒരു സന്തോഷം അറിയുന്നുണ്ടെങ്കിൽ, സന്തോഷത്തിൻ്റെ മർമ്മം അറിയുന്നുണ്ടെങ്കിൽ, അതായത് ദ മിസ്റ്ററി ഓഫ് ഹാപ്പിനെസ് അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് പങ്കുവെക്കണം. രക്ഷപ്പെട്ടവരുടെ അനുഭവം, സന്തുഷ്ടരുടെ അനുഭവം, കർത്താവിൻ്റെ പ്രവർത്തനങ്ങളുടെ അനുഭവം, സുവിശേഷത്തിൻ്റെ അനുഭവം അത് പങ്കുവെക്കുമ്പോൾ അതൊരു ഉയർപ്പായി തീരുകയാണ്. കർത്താവിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ കൊണ്ടാടേണ്ട ഒരു അനുഭവമല്ല, അത് ജീവിതത്തിൽ എപ്പോഴും വേണം. തീരെ തകർന്നു കിടക്കുന്ന ഒരുത്തനൊരു രക്ഷ കൊടുക്കുമ്പോൾ അവനിൽ കർത്താവ് ഉദ്ധിതനായി. പ്രാർത്ഥിക്കാത്ത ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ, ആസക്തികളിൽ ജീവിക്കുന്ന ഒരുവൻ അതിൽ നിന്ന് മാറുമ്പോൾ, എനിക്ക് ജീവിക്കണ്ട എന്ന് പറയുന്നവൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്തവൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാത്തവൻ അവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, മടിയൻ ഉത്സാഹശീലനാകുമ്പോൾ, അവിടൊക്കെ അവൻ്റെ ഉത്ഥാനം രൂപപ്പെടുകയാണ്. കവിവാക്യം പോലെ ഓരോ ചെറുപുഷ്പങ്ങളിലും ഒരു പുഞ്ചിരിക്കുന്ന മുഖം ഞാൻ കാണാറുണ്ട്. ആയതുപോലെ ജീവിതത്തിൽ സന്തോഷത്തോടെ വരുന്ന എല്ലാ അനുഭവങ്ങളിലും ഒരു ഉദ്ധാനത്തിൻ്റെ പെരുന്നാൾ ആഘോഷം കാണുന്നുണ്ട്. ഉണങ്ങി നിൽക്കുന്ന, ഇല വാടി നിൽക്കുന്ന ഒരു ചെടി, ഒരു മരം, അത് വീണ്ടും തളർത്തു വരുമ്പോൾ, അതിൽ പൂക്കളും കായ്കളും ഉണ്ടാകുമ്പോൾ ഒരു വലിയ ഉദ്ധാനത്തിൻ്റെ സന്ദേശം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾക്കും ചിലതിനെയൊക്കെ മുളപ്പിക്കാം, ചിലതിനെയൊക്കെ ശക്തീകരിക്കാം, ചിലതിനെയൊക്കെ ഉറപ്പിച്ച് നിർത്താം. ഒരു മനുഷ്യനെ ഉറപ്പിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ, ജീവിക്കാൻ പ്രേരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും ഉദ്ധാനത്തിൻ്റെ സന്ദേശമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിത്തറയായി പൂർവികന്മാരും വിശുദ്ധന്മാരും നിർമ്മലന്മാരും കണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ ഉത്ഥാനമെന്ന് പറയുന്ന ദിവ്യ അനുഭവമാണ്. ആ പെരുന്നാളിലേക്കാണ് നിങ്ങളെ നയിക്കുവാനുള്ളത്. വീണ്ടും നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാൾ ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. ഉത്ഥാനം ചെയ്ത കർത്താവ് സമൂഹത്തിൽ ഇറങ്ങി നടന്നു. അപ്പോസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ പറയുന്നത് 40 ദിവസത്തോളം അവൻ അവരോടൊക്കെ സംസാരിച്ചു, താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് എല്ലാവരെയും ഉറപ്പിച്ചു. ആ ഉറപ്പിച്ചു പറഞ്ഞതിന് ശേഷമാണ് അവൻ ഉത്ഥാനം ചെയ്തത്. സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ കർത്താവിന് പറയാനുണ്ടായിരുന്നത്, ഉത്ഥാനം ചെയ്ത കർത്താവിന് പറയാനുള്ളത് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്, പ്രതീക്ഷയിലായിരിക്കുന്നതിനെക്കുറിച്ചാണ്. ഈ ലോകത്തിൽ കാണുന്നവരൊക്കെയും നിത്യമായ രാജ്യത്ത് കാണപ്പെടണം. ആരെയും വിദ്വേഷിക്കുവാനുള്ളവരല്ല, ആരും നശിച്ചു പോകുവാനുള്ളവരല്ല, അവരും നമ്മോടൊപ്പം ദൈവരാജ്യത്തിൽ കാണപ്പെടുവാനുള്ളവരാണ്. പണ്ട് പുരാതന കാലം തൊട്ട് പിതാക്കന്മാർ ഓരോരുത്തരെക്കുറിച്ചും പ്രാർത്ഥിച്ചു, അവൻ പ്രത്യാശയുള്ളവനാകണം. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ യുവാക്കൾ, മധ്യവയസ്കർ, വാർദ്ധക്യമുള്ളവർ എല്ലാവരുമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ട് കാണുമ്പോൾ അവരിലൊരു ഉദ്ധാന പ്രതീക്ഷ നമ്മൾക്ക് പങ്കിട്ട് കൊടുക്കുവാൻ സാധിക്കണം. അവരുടെ ജീവിതത്തിനൊരു ലക്ഷ്യം പകർന്നു കൊടുക്കുവാൻ സാധിക്കണം. സന്തോഷത്തോടെ ജീവിപ്പാനുള്ള സാഹചര്യം കാണുവാൻ സാധിക്കണം. ആ ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം, ഉത്ഥാന പെരുന്നാളിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കർത്താവിൻ്റെ ഉത്ഥാനം ഒരു ചെറിയ പുൽക്കുടിയുടെ ഉയർച്ച പോലെ, ഒരു വലിയ ശക്തി പോലെ, ഒരു മുഴക്കം പോലെ നമ്മളുടെയൊക്കെ കാതുകളിലുണ്ടാകണം, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലുണ്ടാകണം. ഇന്നത്തെ ലോകത്തിൽ ഓർത്തോണം, നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ഓർത്തോണം, ഉദ്ധാനം ചെയ്ത കർത്താവിനെ എത്ര പേർക്ക് തങ്ങളുടെ ജീവിതത്തിൽ കൂടെ കൂട്ടുവാൻ താല്പര്യമുണ്ട്. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സുവിശേഷവും വിശുദ്ധന്മാരുടെ ജീവിതവും ഒക്കെ ഷോക്കേസുകളിൽ അടച്ചു വെച്ച് പലതിനും മൂകസാക്ഷികളാക്കുവാനാണ് നമുക്ക് താല്പര്യം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഉദ്ധിതനായ കർത്താവിൻ്റെ, ക്രിസ്തുവിൻ്റെ പടമുണ്ട്. പക്ഷേ കർത്താവ് ഉദ്ധാനം ചെയ്തിരിക്കുന്നുവെന്ന് കാണുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തോണം, നാം പറയുന്നതും ചെയ്യുന്നതും കാണുന്നതുമൊക്കെ ആലോചിക്കുന്നതുമൊക്കെ എൻ്റെ കർത്താവ് കാണുന്നുണ്ട്, എൻ്റെ കർത്താവ് അറിയുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ശാസിക്കുന്ന, ശിക്ഷിക്കുന്ന ഒരു കർത്താവിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നാം തയ്യാറാണോ എന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ ഉദ്ധാനം കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇതുവരെ വിമർശിച്ചവൻ മരണപ്പെട്ടു പോയി, ഞങ്ങളെ കുറ്റപ്പെടുത്തിയവൻ മരണപ്പെട്ടു പോയി. അന്നത്തെ യഹൂദന്മാർ ചിന്തിച്ചതുപോലെ ഞങ്ങൾക്ക് ശത്രുവായിരുന്നവൻ, ഞങ്ങളുടെ തെറ്റിനെ തുറന്നു കാണിച്ചവൻ, ഞങ്ങളുടെ ദൈവനിഷേധത്തെ, ദൈവനിരാസത്തെ ഓപ്പണായിട്ട് പറഞ്ഞവൻ, അവനെ ഞങ്ങൾ കൊന്നു കുഴിച്ചിട്ടു. ഇന്ന് പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സമൂഹം ആഗ്രഹിക്കുന്നത് ഉദ്ധിതനായ കർത്താവിനേക്കാളും ക്രൂശിക്കപ്പെട്ട കർത്താവിനെയാണ്.
കാരണം അവൻ ക്രൂശിക്കപ്പെട്ടു, അവനിനി വരത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കർത്താവിനെയാണ്. കാരണം അവൻ്റെ ശിക്ഷയെ പേടിയുണ്ട്, ശാസനയെ പേടിയുണ്ട്. അപ്പോൾ ശിക്ഷയെയും ശാസനയെയും ഭയക്കുന്ന പലർക്കും ഉദ്ധിതനായ കർത്താവിനെ യഥാർത്ഥമായിട്ട് ഉൾക്കൊള്ളുവാൻ പറ്റത്തില്ല. ഉദ്ധാനം ചെയ്ത കർത്താവ് ശ്ലീഹന്മാർക്ക് പലപ്പോഴായി പ്രത്യക്ഷനായി. തോമാസ് ശ്ലീഹ ഉള്ളപ്പോഴും പ്രത്യക്ഷനായി. തോമാസ് ശ്ലീഹയോട് കർത്താവ് പറയുന്നുണ്ട്, ഉദ്ധിതനായ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. തോമാസ് ശ്ലീഹയ്ക്ക് സംശയമാണ്, കർത്താവ് ഉദ്ധാനം ചെയ്തത് ഞാൻ നേരിട്ട് കാണണം, നേരിട്ട് അനുഭവിക്കണം, അവൻ്റെ മുറിവിലൊന്ന് തൊട്ട് നോക്കണം. ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മളുടെയൊക്കെ വിശ്വാസവും ആ രീതിയില്ല, നേരിട്ട് കാണണം, നേരിട്ട് കേൾക്കണം. പക്ഷേ തോമായ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എല്ലാ ശ്ലീഹന്മാരെ പോലെ അവനും കണ്ടു തന്നെ വിശ്വസിച്ചത്. പക്ഷേ കണ്ട തോമാസ് ശ്ലീഹ കാണാത്തവരായ എന്നെ നിങ്ങളെ വിശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഈ ഭാരതഭൂമിയിലേക്ക് വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തോമാസ് ശ്ലീഹയ്ക്ക് കർത്താവ് ഒരു അവസരം കൊടുക്കുകയാണ്, തോമായെ നീ എൻ്റെ മുറിവിലൊന്ന് തൊട്ട് നോക്കിക്കോ, നീ എൻ്റെ വിലാപ്പുറത്തേക്കൊട്ട് തൊട്ട് നോക്കിക്കോ. തോമാസ് ശ്ലീഹ കൈകൾ നീട്ടിക്കൊണ്ട് ചെന്നു, കർത്താവിൻ്റെ മുറിവിനെ സ്പർശിക്കാൻ ചെന്നു. കർത്താവിൻ്റെ മുറിവിൻ്റെ പ്രത്യേകത അത് പൂർണ്ണമായി കരിഞ്ഞ മുറിവല്ല. ഉദ്ധിതനായ കർത്താവിൻ്റെ എല്ലാ പടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ചോര പൊടിയുന്ന മുറിവാണ്. അതിനെയും കരിയാനുണ്ട്, അതിൽ മാംസത്തിൻ്റെ ഭാഗം കാണാനുണ്ട്, ചോരയുടെ ഭാഗം കാണാനുണ്ട്. തോമാസ് ശ്ലീഹ അതിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. കർത്താവ് തോമായോട് ചോദിച്ചില്ല, തോമായ നീ കൈ കഴുകിയവനാണോ, നിൻ്റെ കൈ വിശുദ്ധമാണോ, അല്ലെങ്കിൽ പൊടിയോ പടലങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മുറിവ് സെപ്റ്റിക്കാകും, ഇതൊന്നും കർത്താവ് പറയുന്നില്ല. നീ തൊട്ടോളവനാണ് പറയുന്നത്. ഉദ്ധിതനായി കഴിഞ്ഞിട്ടും തൻ്റെ മുറിവുകളിലേക്ക് തൊട്ട് വിശ്വാസം ഉറപ്പിക്കുവാൻ പ്രേരണ കൊടുക്കുന്ന കർത്താവ് നമുക്കൊരു വലിയ ധ്യാനമായി മാറണം, ഒരു ചിന്താധാരയായിട്ട് മാറണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, തോമാസ് ശ്ലീഹ കർത്താവിൻ്റെ മുറിവുകളിലേക്ക് തൊട്ടപ്പോൾ കർത്താവിന് വേദനിച്ചിട്ടുണ്ട്, നൊമ്പരം അനുഭവിച്ചിട്ടുണ്ട്. ആ നൊമ്പരത്തിൻ്റെ സന്ദേശമാണ് ഉയർപ്പിൻ്റെ സന്ദേശം. ഒരുത്തൻ വിശ്വാസം നഷ്ടപ്പെട്ട്, ജീവിത സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് ഞാൻ അവനിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ പറയത്തില്ലയോ, ആ ചങ്കിൽ സ്പർശിക്കുവാനുള്ളൊരു സാഹചര്യം കൊടുക്കുക, അത്രമാത്രം വിശ്വാസം കൊടുക്കുക. ഇന്ന് സ്പർശനം പ്രശ്നം, നോട്ടം പ്രശ്നം, ആലോചനകൾ പ്രശ്നം, സംസാരങ്ങളിൽ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് യഥാർത്ഥത്തിൽ ഓർത്തോണം, ആ ചങ്കിൽ തൊടുവാൻ, മുറിവിൽ തൊടുവാൻ മനസ്സ് കാണിച്ച ദൈവം. നമ്മളൊക്കെ ആലോചിച്ചോണം, ചിലപ്പോൾ ഇതുപോലൊക്കെ മുറിവേൽക്കുന്നവരാണ് നമ്മൾ. മാതാപിതാക്കളും ബന്ധുമിത്രാദികളുമൊക്കെ പലരിൽ നിന്നും മുറിവേൽക്കുന്നുണ്ട്, സ്നേഹിതരിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നുമൊക്കെ മുറിവേൽക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ആരൊക്കെ മുറിവേൽപ്പിക്കുന്നുണ്ടോ, ആരൊക്കെ നൊമ്പരപ്പെടുത്തുന്നുണ്ടോ, കപടവാക്കുകൾ പറയുന്നുണ്ടോ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളത്, കർത്താവേ, എന്നെ പറഞ്ഞിട്ടുള്ളതും എന്നെ ചെയ്തിട്ടുള്ളതും എന്നെ ഉപദ്രവിച്ചിട്ടുള്ളതും നിന്നിലുള്ള വിശ്വാസം ഉറപ്പിക്കുവാൻ അവർക്ക് ഹേതുവായി തീരണം. നിൻ്റെ മുഖം കാണുവാൻ, നീ ഉദ്ധിതനായെന്ന് കാണുവാനുള്ള ഒരു വിശ്വാസത്തിലേക്ക് അവരെ അതിലൂടെ നയിക്കുവാനിടയാകണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഇതാ, കർത്താവിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത് അത്ഭുതമായി കാണുന്നതിനേക്കാൾ അപ്പുറം അതൊരു അനുഭവമായി നിങ്ങൾ ഞാനുമൊക്കെ ഏറ്റെടുക്കണം, ഒരു സന്തോഷത്തോടെ നാം ഏറ്റെടുക്കണം. ഉദ്ധിതനായ കർത്താവ് മീൻ പിടിക്കുവാൻ പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർ മീൻ പിടിക്കാൻ പോയി. പത്രോസ് ഉൾപ്പെടെയുള്ള 4 പേരുണ്ട്. രാവെളുപ്പോളം അവർ വലയെറിഞ്ഞു, ഒന്നിനെ അവർക്ക് കിട്ടിയില്ല. കർത്താവ് അവരുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യേ, വലതുഭാഗത്ത് വലയെറിയുകയും നിങ്ങൾക്ക് മീൻ കിട്ടും. പെരുത്ത മീൻകൂട്ടം കിട്ടി. അതിനെ കൊണ്ട് വഹിച്ചുകൊണ്ട് അവർ കരയിലേക്ക് അടുക്കുന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് കർത്താവ് ചൂടുള്ള ആഹാരം അവർക്ക് ഓഫർ ചെയ്യുകയാണ്. അവർ ഒരുപാട് കടലിനെക്കുറിച്ച് അറിയാവുന്നവരാണ്, വല എറിയാൻ അറിയാവുന്നവരാണ്, മീൻ പിടിക്കാൻ അറിയാവുന്നവരാണ്. പക്ഷേ രാത്രി മുഴുവൻ വലയെറിഞ്ഞിട്ടും ഒന്നിനെപ്പോലും കിട്ടിയില്ല. വിശാലമായ കടലിൽ വലയെറിഞ്ഞിട്ടും ശൂന്യമായ വലയുമായി കഴിഞ്ഞ ശിഷ്യന്മാരുടെ അടുക്കിലേക്കാണ് നമ്മുടെ കർത്താവ് കടലിന്മേൽ നടന്നു ചെല്ലുന്നത്. നിങ്ങൾ ഇവിടെ വലയെറിയുവീൻ. ഈ ഉത്ഥാന പെരുന്നാൾ നമ്മൾക്ക് ഒരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. നമ്മളെയൊക്കെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്, വലിയ വലകളുണ്ടായിട്ട് കാര്യമില്ല, എറിയാൻ അറിഞ്ഞിട്ട് കാര്യമില്ല, പ്രൊഫഷണൽ ഫിഷർമാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ഇന്ന് പലപ്പോഴും അഭിമാനിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് നല്ല കുടുംബവും വിദ്യാഭ്യാസവും ചുറ്റുവട്ടങ്ങളും സാഹചര്യങ്ങളും ഒക്കെയുണ്ട്, അതൊക്കെ സത്യമാണ് പ്രിയമുള്ളവരെ. പക്ഷേ ലക്ഷ്യം സാധിക്കണമെന്നില്ല. ലക്ഷ്യം സാധിക്കണമെങ്കിൽ ഉദ്ധിതനോടൊപ്പം ഉദ്ധിതൻ്റെ വഴിത്താരയിലൂടെ പോകണം. നിങ്ങൾ ഇവിടെ വലയെറിയുവീൻ. രാവെളുപ്പോളം അവർ വല വീശിയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അവർക്ക് വലതുവശത്ത് എറിയാൻ അറിയാഞ്ഞിട്ടല്ല, അവർ വലത്തും ഇടത്തും ഒക്കെ വലയെറിഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ജീവിക്കാനുള്ള ആ ഒരു ഉൾഞ്ഞെരുക്കത്തിൽ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്, പല പണികൾ ചെയ്യുന്നുണ്ട്, പലതിൻ്റെയും പിന്നാലെ പോകുന്നുണ്ട്.
പക്ഷേ എന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ശ്രദ്ധയിൽ പെടാതെ പോയൊരു സ്ഥാനമുണ്ട്. ലക്ഷ്യം ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥാനമുണ്ട്. നന്മ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ആ നന്മ ഒളിഞ്ഞു കിടക്കുന്ന സ്ഥാനം ഇടത്താണോ വലത്താണോ എന്നറിയത്തില്ല. ഇടത്തും വലത്തും മാറി മാറി ചറപറായി എറിഞ്ഞിട്ടും കാര്യമില്ല. എറിയേണ്ട രീതിയിൽ നിർവൃതിയോടുകൂടി എറിയണം, പ്രവർത്തിക്കണം. ഇന്ന് നമുക്കെല്ലാം ഉണ്ടായിട്ടും അറിയാതെ പോകുന്ന ഒരു സംഗതി അതാ. ആ ഒരു പ്രത്യേകമായ സ്ഥാനം കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരു ചെറിയ സ്ഥാനത്തായിരിക്കാം, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാകാം. ആ ഗ്യാപ്പിലൂടെ കടന്നു ചെല്ലണം. സ്വർഗത്തിലേക്കുള്ള വഴി അത് വിശാലമായിട്ടുള്ളതല്ല, അത് ഇടുക്കമായിട്ടുള്ളതാണ്, ഞെരുക്കം നിറഞ്ഞതാണ്. ശിഷ്യന്മാർക്ക് കർത്താവ് വലിയ മീനുകളെ പിടിക്കുവാൻ അവസരം കൊടുത്തതുപോലെ പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി ആലോചിച്ചോണം. നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള പ്രയാണത്തിന്, മുൻപോട്ടുള്ള നന്മകളുടെ സ്വീകരണത്തിന് ദൈവം തന്ന ഒരു വലയുമായിട്ട് പോകണം. ബുദ്ധിതൻ അവൻ്റെ കൈകൾ നീട്ടി നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ആ കൈകളിൽ നിന്ന് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കണം. ഉദ്ധതൻ പരിശുദ്ധ റൂഹായെ അയച്ച് ശ്ലീഹന്മാരെ പിന്നീട് ശക്തീകരിച്ചു, ഭാഷകളിൽ സംസാരിപ്പിച്ചു, ആത്മബലത്താൽ നിറച്ചു. ആ ആത്മബലത്തിൻ്റെ പൂർണ്ണത എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ മുൻപാകെ ക്ലയോപ്പാവും മറ്റൊരു ശിഷ്യനും ചെന്ന് പെടുന്നുണ്ട്. കർത്താവ് അവരോടൊപ്പം നടന്ന് യാത്ര ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ മരണത്തിൽ ദുഃഖിതരായി സംസാരിച്ചവരോട് ചേർന്ന് ഉദ്ധിതനും യാത്ര ചെയ്യുന്നുണ്ട്. കർത്താവ് അവർക്ക് അപ്പം നുറുക്കി കൊടുക്കുന്നതുവരെയും അവൻ ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. ഇന്ന് പലപ്പോഴും ഉദ്ധിതനായവനെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. ഉദ്ധിതനായി നാം പലപ്പോഴും വരച്ച് കാണിക്കുന്നത് തകർന്നു പോയവരെയാണ്, ലോകത്തിൽ നിന്ന് പോയവരെയാണ്. ഉദ്ധിതൻ്റെ സ്ഥാനത്ത് മറ്റനേകം ഉദ്ധിതന്മാരിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യുന്നവർ ഉയർന്നു വരുന്നുണ്ട്. സമൃദ്ധിയുടെ ആത്മീയതയുമായിട്ട് പലരും ഉയർന്നു വരുന്നുണ്ട്. വിശുദ്ധന്മാരാണെന്ന് സ്വയം നടിച്ചു വരുന്നുണ്ട്. ആൾ ദൈവങ്ങളാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ അവർക്കൊന്നും ഉദ്ധിതൻ്റെ അനുഭവത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇന്ന് പലപ്പോഴും ഉദ്ധിതനെ അപഹസിക്കുന്ന ഒരു സമൂഹമുണ്ട്. മരിച്ചവൻ ഉയർക്കാൻ പറ്റുമോ? അവൻ ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റുമോ? ഇന്നത്തെ ശാസ്ത്രം കർത്താവ് ഉദ്ധാനം ചെയ്തു എന്ന് പറയുന്നതോടൊപ്പം അതിനെ വെല്ലുവിളിക്കുന്ന ശാസ്ത്ര സത്യങ്ങളുമായിട്ട് നടക്കുകയാണ്. മരിച്ചുപോയവരുടെ സെല്ലുകളൊക്കെ എടുത്തു വെച്ച് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്ന്, ആ സെല്ലിൽ നിന്ന് പുതിയ സൃഷ്ടി ഉണ്ടാക്കുവാനുള്ള ഓട്ടത്തില്ല, മരണം പോലും ഇല്ലാതാക്കുവാനുള്ള ഓട്ടത്തില്ല. പക്ഷേ ആരാരുടെ മരണത്തെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? അർത്ഥമില്ലാത്ത, ലക്ഷ്യമില്ലാത്ത ജീവിതങ്ങൾ 100 അല്ല 500 വർഷം ജീവിച്ചിട്ടും എന്ത് കാര്യം? ഇവിടെ നമ്മുടെ രക്ഷകൻ കേവലം 33.5 കൊല്ലം മാത്രമേ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇന്ന് ഈ ലോകത്തിൽ ഇത്തിരി നാൾ ജീവിച്ചിരിക്കുമ്പോഴും കൃപയും സത്യവും ഇല്ലാത്തവരായി ജീവിക്കുന്ന ഒരു തലമുറയുണ്ട്. ഇനി നാം ഉയർപ്പിക്കുന്ന സമൂഹം പോലും ആ രീതിയിലായിരിക്കാം. വളരെ വിഖ്യാതമായൊരു ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നത് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. അതിലെ ചിന്താധാര ഇങ്ങനെയാണ്: കർത്താവിനെ അടക്കിയ കല്ലറ എക്സ്കവേഷൻ നടത്തുവാൻ പോയ ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകളുടെ പഠനമാണ്. എംപ്റ്റി ടൂംബ്, ഒഴിഞ്ഞ കല്ലറയെന്ന് പറഞ്ഞ കല്ലറയിൽ പക്ഷേ കർത്താവിൻ്റെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്നു. അതുകൊണ്ട് അവൻ ഉദ്ധാനം ചെയ്തില്ല എന്നവർ വരുത്തി തീർക്കുന്നു. അതോടുകൂടി ആശ്രമങ്ങൾ അടച്ചുപൂട്ടുന്നു, പള്ളികൾ അടച്ചുപൂട്ടുന്നു, അതുവകയായി ചെയ്തുകൊണ്ടിരുന്ന നന്മ പ്രവൃത്തികളൊക്കെ ഇല്ലാതാകുന്നു, പ്രവർത്തകരും സുവിശേഷകരും നിരാശരാകുന്നു. അങ്ങനെ ഒരു വലിയ സംഗതികൾ വരച്ച് കാണിക്കുകയാണ്. അതായത് കർത്താവ് ഉദ്ധാനം ചെയ്തില്ല എന്ന് പറഞ്ഞതോടൊപ്പം ലോകത്തിലുളവായൊരു വലിയ അന്ധകാരം, പ്രതീക്ഷയില്ലാതെ, സന്തോഷമില്ലാതെ, നിരാശരായി ജീവിച്ചൊരു വലിയ സമൂഹം, നന്മ പ്രവൃത്തികൾ ചെയ്തവർ പോലും പിന്മാറുന്ന സമൂഹം. അതേ പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവ് ഉദ്ധാനം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിന് കൊടുക്കുന്ന വലിയ തെറ്റായ സന്ദേശം അതുതന്നെയായിരിക്കും. നന്മ ചെയ്യുന്നവരൊക്കെ പിൻവലിഞ്ഞു പോകും, നീതി ചെയ്യുന്നവരൊക്കെ പിൻവലിഞ്ഞു പോകും. എനിക്കും നിങ്ങൾക്കും പറ്റാത്തത് എൻ്റെ കർത്താവിന് പറ്റും. എനിക്കും നിങ്ങൾക്കും സ്വപ്നം കാണാൻ പറ്റാത്തത് എൻ്റെ കർത്താവിന് പറ്റും. എൻ്റെ കർത്താവ് ഉദ്ധാനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. കർത്താവ് പറഞ്ഞ കാര്യം, ഞാൻ ഭവനമൊരുക്കാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കിയാൽ നിങ്ങളെയും വന്ന് ചേർത്തുകൊള്ളും. ഞാൻ എൻ്റെ കാര്യസ്ഥനെ അയക്കും. അവൻ ഉദ്ധാനം ചെയ്തത് തുടർന്ന് നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യവും ബോധവും നൽകുവാൻ വേണ്ടിയാണ്. ആധുനിക സമൂഹത്തിൽ ശാസ്ത്രീയ സത്യങ്ങളും തത്വചിന്തകളും വളർന്നു വരുന്ന കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഉദ്ധാനം പ്രതീക്ഷയുടെ നിഴലാകട്ടെ, നിലാവെളിച്ചമാകട്ടെ.
അതിൻ്റെ സുഗന്ധം നൽകുന്നതാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉത്ഥാനത്തിനും ഉദ്ധിതനായ കർത്താവിനും ഒരു സുഗന്ധമുണ്ട്. ഉദ്ധിതനായവൻ എന്നെ സമീപിക്കുമ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ട്, എനിക്കൊരു ദർശനമുണ്ട്, എനിക്കൊരു വ്യാഖ്യാനമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ദർശനവും ദൃശ്യവും ദിശയും ദശയും ദിക്കും ഒക്കെയായിട്ട് എൻ്റെ കർത്താവ് എന്നോടൊപ്പമുണ്ട്. ഉദ്ധാനം ചെയ്തവനോടൊപ്പം പോകുമ്പോൾ മരണത്തിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും, പിടിച്ചു നിൽക്കുമെന്നുള്ള ഒരു വലിയ സന്ദേശം കിട്ടും. അതേ പ്രിയമുള്ളവരെ, ഉദ്ധിതനായ കർത്താവിനെ നോക്കി എങ്ങനെ മരണത്തെ അതിജീവിക്കാം, എങ്ങനെ ഉദ്ധിതൻ്റെ പാതയിൽ പോകാം. ഉദ്ധിതൻ്റെ പാത എന്താണ്? കാരണം ചോദിക്കാൻ അവനോട് മാത്രമേ ഉള്ളൂ. കാരണം മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവൻ എൻ്റെ ദൈവം മാത്രമാണ്. ബാക്കി ആരോടും ചോദിക്കാനുള്ള എന്താണ് മരണത്തിന് ശേഷമുള്ള അവസ്ഥയെന്ന് ചോദിക്കുവാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. പക്ഷേ ഒരുവനും തിരിച്ചു വന്നിട്ടില്ല. പ്രവാചകന്മാർ വന്നില്ല, തത്വചിന്തകന്മാർ വന്നില്ല, ശാസ്ത്രജ്ഞന്മാർ വന്നില്ല, പണ്ഡിതന്മാർ വന്നില്ല, മാതാപിതാക്കൾ വന്നില്ല. മരണത്തെ വിട്ട് ജയിച്ചു വന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിലും പരലോകത്തിലും ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുവാൻ അവൻ മാത്രമേ ഉള്ളൂ. ആ മറുപടി കൂടി ഉത്ഥാന പെരുന്നാളിനെ ശോഭിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകമെങ്ങുമുള്ള എല്ലാ വിശ്വാസികൾക്കും, പ്രത്യേകിച്ച് വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ, അനുഗ്രഹീതമായ, സന്തോഷപൂരിതമായ, സമാധാനപൂരിതമായ, ശുദ്ധീകരണപ്രദമായ, സമർപ്പിതമായ ഒരു പുനരുത്ഥാന പ്രതീക്ഷയുടെ സന്ദേശവും ഉത്ഥാനത്തിൻ്റെ ആശംസകളും നേരുന്നു. ദൈവം തന്നെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.